ബൈക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരു കാര്യം റീസൺ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സഞ്ചരിക്കാം. കാറാണെങ്കിൽ ഒരു ഫാമിലിക്ക് സഞ്ചരിക്കാം, ബൈക്കാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സഞ്ചരിക്കാം. കൂടുതൽ സിറ്റി ട്രാഫിക് എന്നൊക്കെ രീതിയിലാണ് കൂടുതൽ എല്ലാ ആൾക്കാരും ബൈക്കോ സ്കൂട്ടറോ എല്ലാം ചൂസ് ചെയ്തത്. സ്ത്രീകളൊക്കെ കൂടുതൽ സ്കൂട്ടറാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡ് ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ്, ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടാറ്റയും മാരുതിയൊക്കെ പറയുന്നത് പോലെ ആ രീതിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് സിമ്പിൾ, അല്ലെങ്കിൽ സിമ്പിൾ എനർജി എന്ന കമ്പനിയെക്കുറിച്ച് പറയാം. കമ്പനിയുടെ പ്ലാന്റിനാണ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള പ്ലാന്റിനാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ വണ്ടിൻ്റെ ഫസ്റ്റ് വാഹനത്തിൻ്റെ ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ലോഞ്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു, അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്, ഇവിടെ വെച്ചാണ് ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ലോഞ്ച് ഇവൻറ്റിലേക്ക് സ്വാഗതം. നമുക്ക് എന്തൊക്കെയാണ് വണ്ടിയുടെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 212 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വാഹനമാണ്. അപ്പം എല്ലാവരും എക്സൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വഴി പറയാം. ലോഞ്ച് ഇവൻ്റ് കാര്യങ്ങളിൽ കഴിഞ്ഞു. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. ഒരു 1.45 ലാക്സ് തൊട്ട് 1.5 ലാക്സ്, അതാണ് എക്സ് ഷോറൂം പ്രൈസ്. ബാംഗ്ലൂരാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡീലർഷിപ്സിൻ്റെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി ബാംഗ്ലൂർ ആയിരിക്കും ഇനിഷ്യലി വരിക, പിന്നീടായിരിക്കും കേരളം മറ്റുള്ള സ്റ്റേറ്റിലേക്ക് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ ആദ്യം ബാംഗ്ലൂരുള്ളവർക്ക് ഏറ്റവും ആദ്യം പ്രിഫറൻസ് കിട്ടുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ബുക്കിങ്ങിൻ്റെ കാര്യം നോക്കി ഏകദേശം 1 ലക്ഷം യൂണിറ്റ് ബുക്കിംഗ് ആൾറെഡി കഴിഞ്ഞു. പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കി ഏകദേശം 3 ലക്ഷം യൂണിറ്റുകളാണ് ആനുവലി ഈ ഒരു പ്ലാനിൽ നിലവിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. മന്ത്ലി ഒരു 25,000 അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ. ആദ്യം ഒരു ഓവർസീസ് സപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ബൈക്ക്, ഒരു ഇന്ത്യൻ സ്കൂട്ടർ, ഒരു സൂപ്പർ EV സ്കൂട്ടർ തന്നെ ആയിരിക്കും എന്നാണ് സിമ്പിൾ എനർജിയുടെ ഇവിടുത്തെ ഒഫീഷ്യൽസ് കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്തത്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുമ്പോൾ കുറച്ച് സ്ലീക്കാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ബൾക്കി ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമല്ല വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത്യാവശ്യം വെയിറ്റ് വാഹനത്തിലേക്ക് കൊണ്ടുവരും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 115 നിന്ന് ഒരു 140 എബോയിലേക്ക് വെയിറ്റ് വാഹനത്തിൻ്റെ ഒരു ഓവറാൾ കർബ് വെയിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയും സേഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെയും എല്ലാവരും എൻഹാൻസ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് വാഹനത്തിൻ്റെ വെയിറ്റ് കൂടിയത്. ഇനി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഒരു ഡിഫറൻറ്റ് ലുക്കും എക്സ്പീരിയൻസും എല്ലാം ഒരു എന്താണ് നമ്മുടെ സ്വന്തമായിട്ടൊരു DNA കൊണ്ടുവരാൻ ഒരുപാട് കമ്പനി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. DRL നമുക്ക് ടോപ്പിലായിട്ട് കാണാം. അതുപോലെ ഹെഡ് ലാമ്പ് അതെല്ലാം ഒരു LED സ്ട്രക്ചറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലതായിട്ട് തോന്നി. ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ടയർ സൈസ് 90/90 ആണ്. ട്യൂബ്ലെസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ എല്ലാം വളരെ സ്ലീക്കായിട്ട് വളരെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസൈൻ സ്ട്രക്ചർ ത്രൂ ഔട്ട് വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മിറർ നോക്കിയാണെങ്കിലും സ്ലീക്കാണ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മിററാണ്. ഉണ്ടല്ലോ, നമുക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഹാർഡായിട്ട് മിറർ പൊസിഷൻസ് ഒന്നുമല്ല, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മിററാണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇനി നമ്മുടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ 7 ഇഞ്ചാണ് സ്ക്രീനിൻ്റെ വലുപ്പം വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫോണുമായിട്ടുള്ള എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആണ് ഇതിനകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്ന് വെച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ, നമുക്ക് മ്യൂസിക് കേൾക്കാൻ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് ബേസിക് ഫംഗ്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഏത് മോഡിലാണ് കിടക്കുന്നത്, ഇപ്പം ഇക്കോ മോഡിലാണ്, റൈഡ്, ഡ്രൈവ്, സ്പോർട്ട്, അങ്ങനെയുള്ള മോഡിലോട്ടുള്ള ഇൻഫർമേഷൻസും എത്രത്തോളം ഇപ്പോൾ നമ്മൾ നോർമലി EV സ്കൂട്ടേഴ്സിലും ബൈക്സിലൊക്കെ കാണുന്ന എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് അറിയാം. വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് എല്ലാ ഓപ്ഷൻസും മിക്സ് ചെയ്തിരിക്കും. നമുക്കൊരു ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ലാഘവത്തോടുകൂടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഹനത്തിൻ്റെ ഒരു ഇഗ്നിഷൻ ബട്ടണോട് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റ്സ്, നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കൺട്രോൾ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാം നമുക്ക്. ഇനി നമ്മുടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സീറ്റ് ഏകദേശം ഒരു 30 ലിറ്റേഴ്സാണ് ഇതിലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഡ്യുവൽ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നതിൽ. ഒരു ബാറ്ററി നമുക്ക് ഫ്ലോറിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ബാറ്ററിയാണ് ഇവിടെയായിട്ട് വരുന്നത്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാട്ടേജ് വരുന്നത് 5 kWh ആണ് ബാറ്ററി വരുന്നത്. മോട്ടർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് 8.5 kW മോട്ടറാണ്. അതിൻ്റെ പീക്ക് പവറാണ് 8.5 kW എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് ഒരു ടോപ്പ് സ്പീഡെന്ന് പറഞ്ഞത് 105 കിലോമീറ്ററാണ് ഏകദേശം ഒരു ടോപ്പ് സ്പീഡായിട്ട് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതുപോലെ റേഞ്ചാണ് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 212 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വാഹനത്തിന് ഒരു ഫുൾ ചാർജ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഒരു ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 ഹവേഴ്സിനകത്ത് 0 to 80 നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ഒരു ഓൾമോസ്റ്റ് ഒരു കൺവീനിയൻറ്റ് ടൈം തന്നെയാണ്, വലിയൊരു ടെൻഷൻ ഇല്ലാത്തൊരു ടൈം തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് സ്ട്രക്ചർ. ചാർജിങ്
ലൊക്കേഷൻ കാണിച്ചത്. ഇവിടെയാണ് നമുക്ക് ചാർജിങ് യൂണിറ്റ് കാര്യങ്ങൾ. ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തില്ല. ഈ ഒരു പ്രൈസ് ഈ ചാർജേഴ്സും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പ്രൈസ് തന്നെയാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ചേസിലേക്ക് വരുമ്പോൾ അതും ഈ ഒരു കമ്പനിയുടെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത ചേസല്ല. അതാണ് ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരു ഇന്ത്യയിൽ നമ്മുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച ഓൾമോസ്റ്റ് ഒരു നല്ല ഭാഗം മെറ്റീരിയൽസ് സ്വന്തമായിട്ട് നിർമ്മിച്ച് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ബെൽറ്റാണ് നമുക്ക് റണ്ണിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ടയറിന് 90/90 12 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. ബാക്കിലെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവിടെയാണ് മോട്ടർ വരുന്നത്. ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് മോട്ടർ കാണാം. ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ LED-യിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു ഡിസൈൻ സ്ട്രക്ചറിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സ്ലീക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. അപ്പോൾ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇനിഷ്യൽ ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ EVയെ ഒന്ന് ഹാഫ് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇതാണ് ഒരു ലുക്ക് വരുന്നത്. അത് കറക്റ്റ് എന്നൊരു കാണിച്ചിരിക്കുന്ന ഒരു എന്താണ് ഇങ്ങനെ കാണിക്കുന്നുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെ ഷോ ചെയ്ത് കാണിക്കുകയാണ് കറക്റ്റായിട്ട്. ബാറ്ററി പാക്ക് ചെയ്താണ് ഇവിടെയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ബാറ്ററിയാണ് നമ്മൾ പറഞ്ഞു. ഫ്ലോറിൽ ഒരെണ്ണം മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബാറ്ററി മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മോട്ടർ ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെൽറ്റാണ് ഡ്രൈവ് സിസ്റ്റം കൊണ്ടിരിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതൊക്കെ വളരെ പ്രൂവൺ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ കൺട്രോളിംഗ് സിസ്റ്റം എന്താണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാറ്ററി മോട്ടറൊക്കെ സെപ്പറേറ്റ് ആണ് നമുക്ക് ജസ്റ്റ് കാണിച്ച് ചെയ്യാം. നമ്മൾ ഫ്ലോറിൽ കണ്ട ഫിക്സഡ് ബാറ്ററിയാണ് ഈ കാണുന്നത്. ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി. അതിനാണ് 5 കിലോവാട്ടാണ് ബാറ്ററി. ലിഥിയം അയണാണ്. IP67 റേറ്റഡാണ്. അടുത്ത നമ്മുടെ മോട്ടർ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. ഒരുപാട് പേറ്റൻസും കാര്യങ്ങളൊക്കെ ഈ മോട്ടറിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. 8.5 കിലോവാട്ട് പീക്ക് പവറുള്ളൊരു മോട്ടറാണ്. അതും ഒരു പെർഫോമൻസ് കാര്യത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നൊരു ഘടകം തന്നെ. 72 Nm ടോർക്ക് ഈ ഒരു മോട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. IP67 റേറ്റഡ് തന്നെയാണ് നമ്മുടെ മോട്ടർ വരുന്നത്. പിന്നെ ചാർജിങ് യൂണിറ്റാണ് ഈ കാണുന്നത്. 750 വാട്ട്-അവറിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ചാർജർ. ഏകദേശം 6 ഹവേഴ്സിനടുത്താണ് 0 to 80 ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ഇതാണ് ഒരു ട്രാൻസ്മിഷൻ യൂണിറ്റ്. ഇത്രയ്ക്കാണ് ഒരു ബേസിക് സ്ട്രക്ചർ വാഹനത്തെക്കുറിച്ച്.